ക്യാരക്ടറായിട്ടാണ് ഞാൻ എപ്പോഴും കഥാപാത്രം സമീപിക്കുന്നത്. കോമഡി, വില്ലൻ, അതിന് അവാർഡുകൾ പോലും അങ്ങനെ കൊടുക്കുന്നതിനോട് അഭിപ്രായം ഇല്ല എനിക്ക്. മുഖം കൊണ്ടല്ല അഭിനയിക്കുക, മനസ്സുകൊണ്ടാണ്. നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. അച്ഛൻ്റെ കയ്യിലേക്കാണ് ഞാൻ ജനിച്ചു വീണത്. അച്ഛനെ എന്നെ ആദ്യം കയ്യിലെടുത്തത്. ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം. അച്ഛൻ ഭീരു അല്ലായിരുന്നു. ഒന്നിനെയും ചുമ്മാ അങ്ങോട്ട് അനുസരിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. എന്നാൽ അതിനുള്ള ഇതൊന്നുമല്ല, ഒരു ആരോടും എതിർക്കുന്ന സ്വഭാവവും ഇല്ല. അപ്പം ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ അച്ഛനിക്കും പ്രസംഗിച്ചിട്ടില്ല. ആരെപ്പറ്റി എന്തും പറയാമല്ലോ. ഇപ്പം റിവ്യൂ മാത്രമല്ലോ. ഇവിടെ ഇപ്പം നരേന്ദ്രമോദിയെ പറ്റി, അയാൾ മറ്റോ ചായക്കടക്കാരൻ എന്തൊക്കെ പറയുന്നുണ്ട്. പിണറായി വിജയനെ പറ്റി, ചെത്തുകാരൻ്റെ കാലത്തൊട്ടിട്ട് കയറിയില്ല. എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പം ഞാൻ കയറാൻ തുറമ്പം ഒരു ദിവസം ഞാൻ തുറമ്പം അച്ഛൻ ചിന്തിനാടാ ഇങ്ങനെ അത് 1-2 പ്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ കാലത്ത് തൊടുന്നുണ്ടല്ലോ അമ്മയെ എൻ്റെ മനസ്സ് വിചാരിക്കുന്നത് പറഞ്ഞു. അരനൂറ്റാണ്ടിലേറെയായി സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാൾ. ഏത് വേഷം എടുത്താലും അത് അനായാസേനം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയുമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. വിജയരാഘവൻ. നമസ്കാരം സാർ. പേരല്ലൂരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ? ഇപ്പൊ റീസെന്റ് ആയിട്ട് നിൽക്കുന്നത് അതാണല്ലോ. പീതാംബരം മാസ്റ്റർ എന്ന ക്യാരക്ടറാണ് അതില്. അധികാരം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ പരിപാടികളൊക്കെയാണ് ആ സീരീസിലുടനീളം പീതാംബരം മാസ്റ്റർ കാഴ്ചവെക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലൊക്കെ പീതാംബരം മാസ്റ്ററിനെ വിലയിരുത്തുന്നത്? പീതാംബരം മാസ്റ്റർ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയൊന്നുമല്ല. ഇപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്ന കാലം മുതൽ മിക്കവാറും ഈ ഒരു പഞ്ചായത്ത് ഭരിക്കുക അല്ലെ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആൾക്കാരുടെ പല കോമൺ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളൊക്കെ കുറച്ച് പല രീതിയിൽ പീതാംബരം മാസ്റ്ററിലുണ്ട്. ഇത് ഒരു സ്ഥാനത്തിന് വേണ്ടി അല്ല ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എന്തും എങ്ങനെയും വഴങ്ങും, എങ്ങനെയും തിരിയും, എങ്ങനെയും മറിച്ചും തിരിച്ചുമൊക്കെ സംസാരിക്കും. അങ്ങനെയുള്ള പ്രകൃതമുള്ള അത് ഈ രാഷ്ട്രീയത്തിലുണ്ടത്. രാഷ്ട്രീയത്തിലെപ്പോഴും ഒരേ അഭിപ്രായം, എനിക്ക് സ്ഥിരമായ അഭിപ്രായമുണ്ട് എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയത്തിൽ നല്ല ജീവിതത്തിലും അബദ്ധമാണ്. ഈ അഭിപ്രായങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ. സ്ഥിരമായൊരു അഭിപ്രായം ഉണ്ടെന്ന് പറയുന്നത് വളർച്ച നിലച്ചതിൻ്റെ ലക്ഷണമാണ്. അഭിപ്രായങ്ങൾ മാറണം, അതൊക്കെ ശരി. പക്ഷേ ഇങ്ങനെയുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് അത്. ഈ പറഞ്ഞ ഇന്നത്തെ കഥാപാത്രമല്ലത്. അത് കാലങ്ങളായിട്ട് രാഷ്ട്രീയത്തിലുള്ള കഥാപാത്രങ്ങളിൽ പ്രതിനിധിയാണ്. അല്ലാത്തവരുണ്ട് കേട്ടോ. ഇതാണ് 100% രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, അത് പണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സമയത്തേക്ക് വരുമ്പോൾ പൂക്കാലത്തിലെ ഇട്ടൂപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. എങ്ങനെയാണ് ആ 100 വയസ്സുള്ള ആളെ ഇത്ര മനോഹരമാക്കി അഭിനയിച്ചെടുക്കാൻ കഴിഞ്ഞത്? അത് ഞാൻ ആ ഒരു ക്യാരക്ടർ മാത്രമല്ല, ഞാൻ ഈ കഥാപാത്രങ്ങളെ സമീപിക്കുന്ന രീതി അത് എൻ്റെ വ്യക്തിപരമായ മാത്രമാണ് കാര്യമാണ്. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. പറയാം കഥാപാത്രം അങ്ങോട്ടായി എന്ന് പറയുന്നുണ്ട്. ഞാനങ്ങനെ കഥാപാത്രം ആകാറില്ല. കഥാപാത്രത്തെ എന്നിലേക്ക് എത്തുകയാണ് ചെയ്യുക. അതുപോലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഥാപാത്രമായിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ചെയ്യുന്നതൊക്കെ ഇപ്പം ഞാനൊരു ഗുണ്ടയാകുകയാണെങ്കിൽ ഒരാൾക്കിട്ട് അടിക്കുകയാണെങ്കിൽ ശരിക്കും അടിക്കില്ലേ. അറ്റ് ദ സെയിം ടൈം ഞാൻ ആ മേക്ക് ബിലീഫാണ്, വിശ്വസിപ്പിക്കലാണ്. ആ കഥാപാത്രമാണെന്ന് രീതിയിൽ ഞാൻ പെരുമാറുക. അതാരാ പെരുമാറുന്നത്? ഞാനാണ്. വിജയരാഘവൻ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ്. ഞാൻ എപ്പോഴും ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ഈസ് നോട്ട് വൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഒന്നല്ല, പല അംശങ്ങൾ. അങ്ങനെ പല അംശങ്ങൾ കൂട്ടിച്ചേർത്ത് ആ കഥാപാത്രം ഞാനെന്ന ക്യാൻവാസിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത് ഈ പൂക്കാലത്തിൽ അത് തന്നെയാണ്. അത് അങ്ങനൊരു അപ്പൂപ്പനാണ് എങ്ങനെയായിരിക്കും. അപ്പോൾ അയാൾ പ്രായം ഈ 100 വയസ്സ്. ഞാനിടയ്ക്ക് 100 വയസ്സുള്ള ആളെ കാണാൻ പോയിരുന്നു. പക്ഷെ അങ്ങേര് നാടൻ ഭാഷ പറഞ്ഞ പയർ പോലെ നടക്കുന്ന മനുഷ്യൻ. അപ്പോൾ അത് നമുക്ക് പ്രായം അങ്ങനെ, പക്ഷേ എങ്കിലും അങ്ങനെ അവസ്ഥ ആണെങ്കിൽ ഇപ്പം മേലാഴികയൊക്കെ ഉണ്ട്. നേരിട്ട് പുള്ളിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ആരുടെയെങ്കിലും സഹായം വേണം, പിന്നെ അഡ്വക്കേറ്റിനെ കാണണം, അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ പുള്ളിക്ക് അപ്പോൾ സഹായത്തിന് വടി വേണം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുമ്പോഴാണ് പല 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 കാര്യങ്ങളുണ്ട്. 100 ചോദ്യങ്ങൾ നമ്മൾ ആ കഥാപാത്രത്തോട് ചോദിക്കും. അയാളെവിടെയാണ് പഠിച്ചത്, എവിടെയാണ് വളർന്നത്, ജീവിച്ച സാഹചര്യം എങ്ങനെയാണ്, അങ്ങനെയുള്ള അയാളുടെ ജീവിതാവസ്ഥകളുണ്ട്. ആ അവസ്ഥകളിൽ കൂടെയൊക്കെ നമ്മളൊന്ന് ആലോചിക്കുമ്പം നമുക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങളാണ്. അതാണ് ആ കഥാപാത്രം. അതെല്ലാ കഥാപാത്രങ്ങളും ഞാൻ അതുപോലെ തന്നെയാണ്. മിക്കവാറും ഞാൻ അതിൻ്റെ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോൾ അയാളുടെ മനസ്സിലൊരു രൂപം ഉണ്ടാവുമല്ലോ.
തീർച്ചയായിട്ടും. ഇപ്പം എന്നെ കണ്ടിട്ട് ഒരാൾ അയാൾ പോയി മാറി നിന്നിട്ടാണ് പടം വരയ്ക്കുന്നത്. പക്ഷേ അയാളുടെ മനസ്സിൽ എൻ്റെ രൂപം, എൻ്റെ മൂക്കും കണ്ണും മുടി ഒക്കെ അയാൾക്ക് എവിടേക്കോ സ്ട്രൈക്ക് ചെയ്യും. അതാണ് ചിത്രമായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു രൂപം ഉണ്ടാകും. അതനുസരിച്ച് ഞാനത് അതിനെ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ സംവിധായകരുടെ കാര്യം എടുത്താൽ ഇപ്പോൾ പുതുതലമുറയിലെ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തു. ഇതിനു മുന്നേ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട്, ജോഷി സാറ്, എങ്ങനെയുണ്ട്? ഈ ഒരു മാറ്റം എന്തെങ്കിലും പ്രകടമായി തോന്നുന്നുണ്ടോ? പ്രകടമായി അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നതും മറ്റേ ഫിലിമിലുള്ളതായിട്ടുള്ള വ്യത്യാസമാണ് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. സാങ്കേതികമായിട്ട് ഒരുപാട് മാറ്റവും ഒരുപാട് വളർച്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റേതായ നന്മകൾ ഒരുപാടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഫിലിമാണെങ്കിൽ നമുക്ക് വളരെ സൂക്ഷിച്ച് വേണം. കുറേ റിഹേഴ്സലൊക്കെ ടേക്ക് എടുത്തു കഴിഞ്ഞാൽ നഷ്ടമാണ്. അതായത് എത്ര ഫിലിം ഓടിക്കഴിഞ്ഞാൽ അടുത്ത ടേക്ക് ഇങ്ങനെ ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മുഴുവൻ ഫിലിമും പ്രോസസ്സ് ചെയ്യണം. ഈ പ്രോസസ്സിങ്ങിന് വലിയ പൈസയാകും. അതും അപ്പോൾ ഫിലിമിൻ്റെ പൈസയും പ്രോസസ്സിങ് ചാർജ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വലിയ എമൗണ്ട് ആകും. അപ്പോൾ അത് ഫിലിം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാവുള്ളൂ. അതിന് മുമ്പ് കൃത്യമായ റിഹേഴ്സൽ ചെയ്തു. ഓക്കെ, അപ്പോൾ റിഹേഴ്സലും ഒന്നും കൂടെ അന്നൊരു ഫൈനൽ അങ്ങനെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയി ശേഷമേ ടേക്ക് എടുക്കുകയുള്ളൂ. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം ഈ ഫിലിം അല്ലല്ലോ, അതിന് നഷ്ടമില്ല. അപ്പോൾ നമുക്ക് ഒന്നല്ല രണ്ടെടുത്താലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അത് തമ്മിലുള്ള മറ്റൊരു കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വം മനസ്സിലായി. ഇപ്പോൾ ഉത്തരവാദിത്വം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പണത്തിൻ്റെ കാര്യം വെച്ച് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പം പുതിയ തലമുറ പഴയ തലമുറ വ്യത്യാസം. ഇപ്പോഴത്തെ പുതിയ തലമുറ ഒരുപാട് സിനിമകൾ കാണും. ലോക സിനിമകൾ മുഴുവൻ അവരുടെ വിരൽത്തുമ്പിലാണ്. ഇപ്പം ഇതിനകത്തും ഇപ്പം മൊബൈൽ വരെ എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഒക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. പണ്ടൊന്നും അങ്ങനെ അതിനുള്ള സാഹചര്യമില്ല. പണ്ട് നമ്മളൊക്കെ ഒരു സിനിമ കാണണമെങ്കിൽ ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണാനല്ലേ പറ്റുള്ളൂ, പിന്നീട് കാണാൻ പറ്റില്ലല്ലോ. ഇത് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് വേണം ഫ്രെയിം വരെ അറിയാൻ പറ്റും. ആ ഫ്രെയിമിൽ എങ്ങനെയാണ്, ഈ ഫ്രെയിം എങ്ങനെയാണ്, അങ്ങനെ സിനിമയെ പറ്റി പഠിക്കാനുള്ള ചാൻസുകളൊന്നും ഒരുപാടുണ്ട്. പിന്നെ പണ്ടുള്ളവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവർ മോണിറ്ററൊന്നും ഇല്ലായിരുന്നു. വെറുതെ ക്യാമറ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അഭിനയിപ്പിച്ച് ഓക്കെ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ എടുത്തതെന്നുള്ള അവർക്കറിയാം. ക്യാമറാമാന് മാത്രമേ അറിയുള്ളൂ എന്താ പതിഞ്ഞതെന്നുള്ളത്. ഇത് പ്രോസസ്സ് ചെയ്തിട്ട് റഷ് അടിച്ച് വരും. ഇപ്പോൾ കുറേ ദിവസം 5-6 ദിവസത്തെ ഷൂട്ടിങ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ അടിച്ചു. അപ്പോഴാണ് കുഴപ്പമില്ല, അപ്പോൾ കളർ ടോൺ എങ്ങനെയാണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നൊക്കെ ക്യാമറാമാൻ പറയുന്നതനുസരിച്ചാണ് പിന്നെ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഒരു അവസ്ഥ ഉണ്ട് ഡയറക്ടർമാരുടെ. അപ്പോൾ ആവശ്യമുള്ള ഷോട്ട്സ് എടുക്കുള്ളൂ. അന്നൊരു 360 ഡിഗ്രി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ആവശ്യമുള്ളതേ എടുക്കുള്ളൂ. ഇന്നതല്ല, ഇന്ന് 4 വശം എത്ര വേണം എടുക്കാം, എങ്ങനെ വേണം എഡിറ്റ് ചെയ്യാം, ഫുട്ടേജ് കൂടും. അന്ന് ഫുട്ടേജ് എത്രയും കുറയ്ക്കാൻ പറ്റുമോ ലാഭകരമായിരുന്നു. അതുകൊണ്ട് ആ ഒരു വ്യത്യാസം നല്ലവണ്ണം ഉണ്ട്. പക്ഷേ അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരുപോലെ തന്നെയല്ലേ. സാറിന് പല കാലഘട്ടത്തിലൂടെയാണ് എൻ്റെ തലമുറയൊക്കെ കണ്ടുവരുന്നത്. വില്ലനിലൂടെ കണ്ടു, ഒരു ക്യാരക്ടർ റോളിലേക്ക് വന്നു, ഇപ്പോൾ വാർദ്ധക്യത്തിലെ റോള് കണ്ടു. പക്ഷെ ഇപ്പോഴും കാണുമ്പോൾ ഒരു പ്രസരിപ്പുണ്ട്, ഒരു ചുറുചുറുക്കുണ്ട്. എങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? അതെനിക്കും അറിയാൻ പറ്റില്ല. ഞാനിങ്ങനെയാ, അതാ കാര്യം. ഞാൻ ഈ പ്രായമൊന്നോ എന്നെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യം, അലട്ടുന്ന കാര്യമല്ല. ഞാനൊരു പ്രായമായല്ലോ എന്നൊരു തോന്നൽ എനിക്ക് വേണ്ടേ. എൻ്റെ കയ്യിലിരിപ്പം അങ്ങനെയല്ല. അതൊക്കെ ആയിരിക്കല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു തോന്നലാണ് പ്രായം എന്നൊക്കെ പറഞ്ഞാൽ പ്രായമായി എന്നൊരു സ്വയം തന്നെ തീരുമാനം. പിന്നെ വീട്ടിലുള്ളവരും വയസ്സായില്ല എവിടെയെങ്കിലും ഇരുന്നുകൂടെ. പിന്നെ ഉദ്യോഗമൊക്കെ ഉള്ളവരാണ് പെൻഷനായി കഴിയുമ്പോൾ പെൻഷനായി, പ്രായത്തിൻ്റെ ഒരു ഇതാണല്ലോ, ഒരു നോട്ടാണ്. ഇയാൾ വീട്ടിൽ ഇരുന്നാൽ മതി, ഇയാളെ ബുദ്ധി കുറഞ്ഞു, അല്ലെ ശാരീരികാവസ്ഥ മോശമായി, ഇയാൾ വീട്ടിൽ ഇരിക്കും എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതെനിക്കില്ല. എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഇപ്പോഴും ഓടിച്ചാടി നടക്കാം. വില്ലൻ ക്യാരക്ടറിൽ നിന്ന് ക്യാരക്ടർ റോളിലേക്കൊക്കെ ദേശാടനത്തിലൊക്കെ അങ്ങനെ ഹൃദയം കീഴടക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. എങ്ങനെ ആ വില്ലനിൽ നിന്നും ഇങ്ങനെ ഒരു മാറ്റം അതിനെ ഉൾക്കൊള്ളാൻ എങ്ങനെയാണ് കഴിയുന്നത്? അത് എന്നോട് പലരും ചോദിക്കുന്നു. പക്ഷെ അതൊരു ഒരു ശരിയായ ചോദ്യമാണെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വില്ലൻ എന്നുള്ള കഥാപാത്രം അല്ലത്. അതായത് വില്ലനായിട്ട് അപ്പോൾ അത് പണ്ടായിരുന്നു. പറഞ്ഞ എം.എൻ. നമ്പ്യാർ സാറൊക്കെ അഭിനയിക്കുന്ന കാലമുണ്ട്, മീശയും പിടിച്ചു ഭയങ്കര ലുക്കും ഒക്കെ, അതായിരുന്നു വില്ലൻ എന്നുള്ള. അതല്ലല്ലോ വില്ലൻ എന്ന് പറഞ്ഞത്. ഇപ്പം ഞാനൊക്കെ അഭിനയിക്കുന്ന കാലത്ത് ഒരു കഥാപാത്രമാണ്, ഇറ്റ്സ് എ ക്യാരക്ടർ. അതൊരു ക്യാരക്ടറാണ്. ഇപ്പം അതേ ഞാൻ പല സിനിമയിലും ചെയ്ത വില്ലൻ ക്യാരക്ടറിന് വേണമെങ്കിൽ അയാൾക്ക് ഒരു പോസിറ്റീവ് അറ്റ് ദ എൻഡ്, ആ സിനിമയുടെ അവസാനം
ഇയാൾ ഇതൊക്കെ ചെയ്തത് ഒരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, അല്ല ഇയാൾ ഇത്രയും ചെയ്തത് ഇയാളുടെ അച്ഛനെ കൊന്നയാൾ, അല്ല അമ്മയെ അല്ല പെങ്ങളെ റേപ്പ് ചെയ്തു, അവനുള്ള പ്രതികാരമായിരുന്നു ഇയാൾ ചെയ്തതെന്ന് അവസാനം ഒന്ന് മാറ്റിയാൽ പോരെ. ഇപ്പം ഹീറോ ആയില്ലേ ഇയാൾ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ക്യാരക്ടറായിട്ടാണ് ഞാൻ എപ്പോഴും കഥാപാത്രം സമീപിക്കുന്നത്. കോമഡി, വില്ലൻ, ഇങ്ങനെയുണ്ടല്ലോ ഹാസ്യ കഥാപാത്രം. അതിന് അവാർഡുകൾ പോലും അങ്ങനെ കൊടുക്കുന്നതിനോട് അഭിപ്രായം ഇല്ല എനിക്ക്. വില്ലനുള്ള അവാർഡ്, ഹാസ്യ നടനുള്ള അവാർഡ്, ക്യാരക്ടർ നടനുള്ള അവാർഡ്, നടനുള്ള അവാർഡാണ്. അത് നടനായിരിക്കണം. നടൻ എന്തായിരിക്കണം, ഏത് കഥാപാത്രവും എല്ലാ കഥാപാത്രവും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പം എങ്കിലും ആ ക്യാരക്ടേഴ്സ് മാറി മാറി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നടൻ എന്ന് പറയുന്നത്. അതാണ് ആർട്ടിസ്റ്റാണ്. സ്റ്റാർ വേറെയാണ്. സ്റ്റാർഡം എന്ന് പറയുന്നതും ഒരു പ്രോഡക്റ്റ്, ഒരു സാധനം വിൽക്കാൻ വയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ അയാളുടെ സ്റ്റാർഡത്തിനാണ് വില. ഇപ്പോൾ രജനീകാന്ത് സ്റ്റാറാണ്. രജനീകാന്തിൻ്റെ ഒരു പടം പ്ലാൻ ചെയ്താൽ അപ്പം തന്നെ ഇത്ര കോടിക്ക് കച്ചവടമാകും. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ്, അതൊരു സ്റ്റാർഡമാണ്. പക്ഷേ രജനീകാന്ത് സാർ അദ്ദേഹം വലിയൊരു നടനും കൂടിയാണ്. അതും മറ്റൊരു കാര്യം. ഇതും പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വേറെ ഇംഗ്ലീഷ് നടൻ ശ്വാസനഗർ എന്ന് പറഞ്ഞ നടനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റിയുണ്ട്. അദ്ദേഹത്തെ ബൈസപ്സ് ഇത്ര, മറ്റേ ട്രൈസപ്സ് ഇത്ര, മറ്റേ ചെസ്റ്റ് ഇത്ര, അങ്ങനത്തെ ഫിസിക്കലിനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അഭിനയത്തിനെ പറ്റി വളരെ ചെറിയ മാർക്കേ ഉള്ളൂ. ബാക്കി അത് അങ്ങനത്തെ കഥാപാത്രം അഭിനയിക്കുന്നത് അദ്ദേഹത്തെ. അപ്പം അത് മറ്റൊരാൾക്ക് പറ്റൂടെ? ആ ഫിസിക്ക് വെച്ചിട്ട് അതിന് പറ്റുന്ന കഥാപാത്രങ്ങൾ ഒരു ഹ്യൂമൻ ആയിട്ടാണ്, എല്ലാം പ്രപഞ്ചത്തെ മുഴുവൻ കീഴടക്കാൻ കഴിവുള്ള ഒരു മഹാശക്തിയായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് അതാണ്. അദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് കൊടുത്ത് പ്ലാൻ ചെയ്ത് അന്നേരം അത് ബിസിനസ് ആകുകയാണ്. അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. സ്റ്റാറും ആക്ടറും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു ആക്ടറായാൽ മതി. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല കഥാപാത്രങ്ങൾ ചെയ്ത് ഹാസ്യ നടനാണെന്നോ വില്ലനാണെന്നോ നായകനാണെന്നോ ഒരു സങ്കല്പത്തിലല്ല ഞാൻ അഭിനയിക്കുന്നത്. അതുപോലെ ഈ ടൈറ്റിൽ ക്യാരക്ടറിൽ എത്തുന്നതാണ് റാംജി റാവു. ഫോൺ എടുത്തിട്ട് റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന. അപ്പൊ ആ ഒരു വില്ലനെ എങ്ങനെയാണ് ആ സമയത്ത് നോക്കിയത്? അത് ഈ പറഞ്ഞ അത് അവര് സിദ്ദിഖ് ലാലിന്റെ സൃഷ്ടിയാണല്ലോ ആ കഥാപാത്രം. അത് ഞാൻ എന്നിൽ കൂടെ വന്നു എന്നേ ഉള്ളൂ. അപ്പം അതൊരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കാരിക്കച്ചറാണ്. അത് നമ്മൾ കാർട്ടൂണൊക്കെ വരയ്ക്കില്ലേ. ഇപ്പം മഹാത്മാഗാന്ധിയെ ഒരു വട്ടവും വരച്ച് കണ്ണാടിയും ഒരു വടിയുണ്ടെങ്കിൽ ഒരു വളഞ്ഞ വരയുണ്ട് ബാക്കിൽ നിന്നൊക്കെ മഹാത്മാഗാന്ധി നമ്മൾ തോന്നും. ഇന്ദിരാഗാന്ധി ഒരു വലിയ മൂക്കും നരയും എന്ന് പറഞ്ഞ പോലെ ഇതൊരു കാരിക്കച്ചറാണ്. അഭിനയത്തിൽ തന്നെയുള്ള രണ്ട് ഇതാണ്. ക്യാരക്ടറാണെങ്കിലൊരു ആദിമധ്യാന്തമുള്ള കഥയിൽ അയാളുടെ വിവിധ ഭാവങ്ങളും വിവിധ അനുഭവങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് വേണം. ഇപ്പം പൂക്കാലത്തിനകത്ത് പറഞ്ഞില്ല, അയാളുടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല കഥയിൽ പലതരം വ്യാപരിക്കുന്നുണ്ട്. ഇതല്ല, ഈ റാംജി റാവു എന്ന് പറഞ്ഞാൽ ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് പിടിച്ചു വെച്ചിട്ട് വിലപേശൽ പണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇൻറ്റൻഷൻ ഒന്നേ ഉള്ളൂ അയാളുടെ, അല്ലാതെ വേറെ ഭാവങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരു കാരിക്കച്ചറിനേ ഉള്ളത്. അത് അത്ര വലിയ അഭിനയ ആകേണ്ട സംഭവമൊന്നുമല്ല. പക്ഷെ അത് സിനിമയിൽ അതിൻ്റെ വില്ലൻ്റെ പേരിലുള്ള സിനിമയായതുകൊണ്ടും പിന്നെ അതിനൊരു ഹ്യൂമറുണ്ട്. അത് സിദ്ദിഖ് ലാലിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ രാവിലെ എപ്പോഴും പലരും എന്നെ കാണും പറഞ്ഞ താങ്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം നിർത്തിവെക്കണം എന്നൊക്കെ. അത് അവരുടെ എഴുത്തിലുള്ളതാണ്. എന്ന് വെച്ചാൽ ഇയാളത് വളരെ സീരിയസ് ആയിട്ടാണ് ആ ഉപകരണം നിർത്തിവെക്കണം. അതിനകത്ത് തമാശയില്ല, ഇയാൾ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പെട്ടെന്ന് സിബ് ഇട്ടു, ഓഫ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഓഫ് ചെയ്തു ഇത്രയും വലിയ ഓഫ് ചെയ്തു എന്ത് മണ്ടനായവൻ എന്നുള്ളത് പ്രേക്ഷകൻ തോന്നുമ്പോഴാണ് ചിരി ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പം അത് ആ സിറ്റുവേഷൻ കൊണ്ടുണ്ടാകുന്ന കോമഡിയാണ്. പിന്നെ ഒരു വോക്കൽ ട്രിക്കറിയാണ്. ശബ്ദം കൊണ്ട് നമ്മൾ തമാശ ഉണ്ടാക്കുന്നൊരു, തമാശന് വേണ്ടി തമാശ അല്ലത്. അത് വളരെ എളുപ്പം സീരിയസ് ആണ്. ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു, ഓഫ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഓഫ് ചെയ്തു. മണ്ടന് മനസ്സിലായില്ല സിബാണെന്നുള്ളത്. ഇത് പ്രേക്ഷകനാണ് മനസ്സിലാകുന്നത്. അത് അപ്പോഴാണ് തമാശ ഉണ്ടാകുന്നത്. തമാശ പല രീതി ഉണ്ടാകുമല്ലോ. അത് ഈ വോക്കൽ ട്രിക്കറി എന്നുള്ള ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ മേലെ പറമ്പിൽ ആൺവീട് എടുത്തു കഴിഞ്ഞാല് ഇപ്പോഴും ട്രോളുകൾ നിറയുന്ന ഒരു കഥാപാത്രമാണ് സാറിന്റെ. അതില് ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നും അത് പ്രസക്തമാണ്. ഒരു മെയിൽ മസ്കുലിനിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലി അന്തരീക്ഷമാണ്. എങ്ങനെയാണ് ആ സിനിമയെ വിലയിരുത്തുന്നത്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്ന്, ഞാൻ അഭിനയിച്ച സിനിമകൾ ഇത്രയും വർഷമായി, 10-30 വർഷത്തിൽ കൂടുതലായി. അന്നൊന്നും ഈ പറഞ്ഞ എന്നെപ്പറ്റി അങ്ങനെ സങ്കല്പമൊന്നുമില്ല. ഞാനന്ന് ഈ പറഞ്ഞ വില്ലൻ വേഷമൊക്കെ അഭിനയിക്കുന്നു. അന്ന് ഞാൻ 1921 എന്ന് പറഞ്ഞ പടം അഭിനയിച്ചിട്ട്
അത് കഴിഞ്ഞ ഉടനെയുള്ള സിനിമയാണെന്ന് തോന്നുന്നത് ഇത്. 1921 ഞാൻ മുഴുവൻ മുടിയും വടിച്ചു, ഒരു മുസ്ലിം ക്യാരക്ടറായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെറുമൻ മുസ്ലിം ആകുന്നതാണ്. എനിക്കൊന്ന് അതിൻ്റെ സെറ്റ് ചെയ്താണ് ഞാൻ വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ കുറ്റിമുടിയൊക്കെ എൻ്റെ. പിന്നെ ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടു. ഒരു നല്ല തടിയൊക്കെ നല്ല രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുക്കും, പക്ഷെ വലിയ ബുദ്ധിയൊന്നുമില്ല. പക്ഷേ ആണിൻ്റേത് ആഗ്രഹമൊക്കെ ഉണ്ട്, പെണ്ണ് കല്യാണം കഴിക്കണമെന്നൊക്കെ. പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല. ഇതിനിടയ്ക്കുള്ള അവ ഒരു പാവം അപ്പാവി വരുത്തും, നല്ല ശരീരമൊക്കെ ഉണ്ട് പുള്ളിക്ക്. പക്ഷേ അച്ഛന് ഭയങ്കര പേടിയാണ്. അതാണ് എൻ്റെ. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ പിന്നെ എങ്ങനെ ക്യാരക്ടർ ഉണ്ടാകുന്ന അത് നമ്മൾ അത് ഈ അഭിനയം എന്ന് പറയുന്നത് മുഖത്തല്ല വരേണ്ടത്. നമ്മൾ മുഖം കൊണ്ടല്ല അഭിനയിക്കുക, മനസ്സുകൊണ്ടാണ്. നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. ആ അനുഭവം, ആ സിറ്റുവേഷൻ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ മുഖത്ത് വന്നോളും. മുഖത്ത് വരുത്താൻ ശ്രമിക്കുന്നത്, അപ്പം ഗോഷ്ടിയാകും. അപ്പം ഞാനെപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സുകൊണ്ടാണ്, ഹൃദയം കൊണ്ടാണ് അഭിനയിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്. അല്ലാതെ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ സ്ട്രൈറ്റ് ക്യാരക്ടേഴ്സൊക്കെയാണ് നമ്മൾ ഇഫ് ഐ ആം ഇൻ ദാറ്റ് പോസ്റ്റ്, ഞാൻ ആ അവസ്ഥയിലാണെങ്കിൽ അത് ജസ്റ്റ് ഒരു ബിഹേവിങ് ആണ്. പക്ഷെ ഈ ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൃദയം കൊണ്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ അതുപോലെ പറയുമ്പോൾ ഈ ന്യൂഡൽഹി റീമേക്ക് ചെയ്തപ്പോൾ സാറിനെ ആവേശം ചെയ്തിരുന്നല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? അതീ പറഞ്ഞ ഞാൻ ആദ്യകാലത്തുള്ള സിനിമകളുണ്ട്. ഞാൻ 83 ഞാൻ ആദ്യം സുറുമയിട്ട കണ്ണുകൾ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്. അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. കാവാലിക എന്ന് പറഞ്ഞ അച്ഛൻ എന്ന സിനിമയിൽ അഭിനയിച്ചു. അപ്പം അതിനകത്ത് അതിന് മുമ്പ് ഞാൻ ഈ ശബ്ദം എന്നത്തെ ശബ്ദം PG വിശ്വംഭരൻ്റെ സിനിമ, അതിനകത്ത് മെയിൻ വില്ലനായിരുന്നു ഞാൻ. 7 വില്ലന്മാരകത്ത് പ്രധാന വില്ലൻ എന്ന് വെച്ചാൽ അവസാനം മരണപ്പെടുന്ന വില്ലൻ. അത് ഞാൻ ചെയ്തു. പിന്നെ നമ്മുടെ ചന്ദ്രകുമാറിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, കുറേ 3-4 സിനിമയിൽ അഭിനയിച്ചു. PG വിശ്വംഭരൻ്റെ പിന്നിലാവ, ഈ ശബ്ദം എന്നത്തെ ശബ്ദം, അങ്ങനെ കുറേ സിനിമകൾ അഭിനയിച്ച ശേഷമാണ് ന്യൂഡൽഹി അഭിനയിക്കുന്നത്. പക്ഷേ ആ പടം ഭയങ്കര ഹിറ്റായി. ഇന്ന് വരെ മലയാളത്തിലുള്ള ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അത് പിന്നെ തമിഴും തെലുങ്കും ഒക്കെ ചെയ്തു. പിന്നെ അതിനകത്ത് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതും ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ക്യാരക്ടറൊന്നും അല്ല. നമ്മൾ അന്നത്തെ നമ്മുടെ പ്രായത്തിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഞാൻ അതിനു മുമ്പ് വരെ ഞാൻ നാടകത്തിലും അഭിനയിക്കുമായിരുന്നു. സിനിമ ഷൂട്ടിംഗ് ഉള്ളപ്പോൾ പോകും, ഇല്ല അപ്പോൾ പകരം ആരെങ്കിലും വെച്ചിട്ട് പോകും. പിന്നെ നാടകം ഞാൻ വിട്ടിരുന്നില്ല. പക്ഷേ ഈ ന്യൂഡൽഹിയോട് കൂടി കംപ്ലീറ്റ് നാടകം അഭിനയിക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്ക് വന്നു. ഈ വടക്കൻ സൈഫിയിലേക്ക് വരികയാണെങ്കിൽ നിവിൻ പോളിയുടെ ക്യാരക്ടറിനോട് പറയുന്നുണ്ടല്ലോ, പഴയ SFIക്കാരനാണ്, ആ സ്വഭാവം എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയം ഒക്കെ ഉണ്ടായിരുന്നു? പിന്നെ പഠിക്കുന്ന രാഷ്ട്രീയം ഉണ്ടായിരുന്നു അത്യാവശ്യം. ഞാൻ ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്. എൻ്റെ ക്യാമ്പസ് ആർട്സ് സെക്രട്ടറിയാണ്, തോറ്റുപോയി. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉള്ള സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയർമാനായിട്ട് ഞാൻ ആർട്സ്, അവർ KSU ആയിരുന്നു, ഞാൻ SFI കാൻഡിഡേറ്റായിട്ട്. അന്ന് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ടല്ല, പിള്ളേർക്ക് അന്ന് തോന്നുന്ന പോലെ. ഇന്ന് പലപ്പോഴും പലതും എന്തിനായിരുന്നു എന്ന് തോന്നാറുണ്ട്. അതങ്ങനെയാണല്ലോ, നമുക്ക് ചെറുപ്പത്തിൽ അതിൻ്റേതായ അതിന് പ്രത്യേക രാഷ്ട്രീയമൊന്നും ഇല്ല. സാറിൻ്റെ പ്രൊഫൈല് ഞാൻ ഗൂഗിളിൽ വിജയരാഘവൻ നടിക്കുമ്പോൾ ബർത്ത് കാണിക്കുന്നത് കോലാലംപൂരിലാണല്ലോ. അതെന്താ ശരിക്കും? ഞാൻ അവിടെയാണ് ജനിച്ചത്. മാത്രമല്ല അവിടെ ജനിച്ചെന്ന് മാത്രം, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരാളാണെന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടത്. പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഞാൻ ജനിച്ചു വീണത് അച്ഛൻ്റെ കൈകളിലാണ്. അച്ഛനാണ് എൻ്റെ പ്രസവം എടുത്തത്. അതായത് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഈ ഡ്രസ്സസ് പരീക്ഷ, പണ്ടത്തെ ഡ്രസ്സസ് പരീക്ഷ എന്നാണ് പറയുക, അത് മെറ്റീരിയൽ മേടിക്കുകയൊക്കെ പഠിക്കണം. ഈ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള അതൊക്കെ ചെറിയ ചില മുറിവുകളൊക്കെ കുത്തിക്കെട്ടുകയൊക്കെ ചെയ്യാം. അപ്പം അന്ന് റബ്ബർ എസ്റ്റേറ്റിലാണ് അച്ഛന് ജോലി. അപ്പോൾ ഈ റബ്ബർ എസ്റ്റേറ്റ് ഈ രണ്ടും കൂടിയാണ്, മാനേജറും പോസ്റ്റും ഉണ്ട്, പിന്നെ അത്യാവശ്യം രോഗികൾക്ക് ചികിത്സിക്കാം, അതിനുള്ള പരീക്ഷ. അത് ഇവിടെ വന്ന് 2 വർഷം മറ്റേ പഠിച്ചു കഴിഞ്ഞാൽ LMB കിട്ടും, അതായത് MBBS, തത്തുല്യമായ ഒരു MB ഉണ്ടാകുന്നൊരു. അപ്പോൾ ഇതൊക്കെ അച്ഛനറിയാം. അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് എന്നെ കൺസീവ് ചെയ്തിരിക്കുന്നു, ഒരു എസ്റ്റേറ്റ് താമസിക്കുന്നു, അച്ഛനും അമ്മയും. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി അന്ന് 3 വയസ്സേ ഉള്ളൂ, സുലോചന. അപ്പോൾ ഇവളെപ്പോഴും ചോദിച്ചു എപ്പോഴാണ് ഞാൻ വരുന്നതെന്നൊക്കെ. ഈ കൊച്ചു എപ്പോഴാണ് അവൻ എപ്പോഴാണ് വരുന്നത്, എപ്പോൾ വരും എന്ന്. അപ്പോൾ അച്ഛൻ പറയും ഞാൻ ആണാന്ന് പറയും, അച്ഛൻ പറഞ്ഞു.
അമ്മയ്ക്കാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോലും മടി. അമ്മ തനി നാടൻ നാടൻ. പഴയ 4ാം ക്ലാസ്സാണ്. അപ്പോൾ അവിടെ ഇംഗ്ലീഷോ ജാപ്പനീസും ചൈനയൊക്കെയാണ് ഈ ഡോക്ടർമാർ. അപ്പോൾ അമ്മയ്ക്ക് അവിടെ അടുത്ത് പോകാൻ ഭയങ്കര മടി. അമ്മ പറഞ്ഞു എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മതിയോ, നിങ്ങൾ മതി എന്ന് അമ്മയും പറഞ്ഞു. അന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എൻ്റെ വിവരക്കേടുകൂടി ഞാനും സമ്മതിച്ചു എന്ന്. എന്നാണ് അച്ഛൻ അതിന് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നു. കോട്ടണും തുണിയും ഒക്കെ വേണ്ട ആവശ്യം, മെഡിസിനും കത്രിക, ഈ പൊക്കിൾക്കൊടി കട്ട് ചെയ്യാനുള്ള ഇതെല്ലാം ഒരുക്കി വെച്ചിരുന്നു. ഒരു വൈകുന്നേരം ആണ് അമ്മയ്ക്ക് പതുക്കെ വേദന തുടങ്ങി. അപ്പോൾ അച്ഛൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ അവരോട് അച്ഛൻ പറഞ്ഞു ഒഴിവാക്കി, അവരെ വിട്ടു. ഇവർ 2 മാത്രമായി. അച്ഛന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അച്ഛൻ്റെ കയ്യിലേക്കാണ് ഞാൻ ജനിച്ചു വീണത്. അച്ഛനെ എന്നെ ആദ്യം കയ്യിലെടുത്തത്, കാലെ പിടിച്ചിങ്ങനെ കുടഞ്ഞു. അപ്പോഴാണ് ഞാൻ ആദ്യം കരഞ്ഞത്. അതൊക്കെ ഒരു വലിയ അനുഭവമല്ലേ, അത്രയും വലിയ ഭാഗ്യം. പിന്നെ അച്ഛൻ മരിക്കുന്നവരെ ഞാൻ അച്ഛനോടൊപ്പം, അച്ഛനല്ലേ എൻ്റെ കൈ പിടിച്ച് നടന്നു. പിന്നെ ഈ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഇപ്പം ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ ശരിക്കും നടൻ എന്നുള്ള രീതിയിൽ തന്നെയാണെങ്കിൽ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അച്ഛനോടൊപ്പം നാടകങ്ങൾ കളിച്ചു, നാടക റിഹേഴ്സൽ. അച്ഛൻ അനവധി നടന്മാർക്ക് ക്യാരക്ടേഴ്സിനെ പറഞ്ഞു കൊടുക്കുന്നത്, ഇമ്പ്രവൈസ് കൊടുക്കും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ. അപ്പോൾ അച്ഛനോടൊത്തുള്ള ജീവിതം. പിന്നെ അന്ന് അച്ഛന് എനിക്ക് വലിയ ഭാഗ്യം ഉണ്ടായത്, ഒരുപാട് സാഹിത്യകാരന്മാർ മലയാളത്തിലെ തകഴിച്ചേട്ടൻ, കേശവദേവ്, പിന്നെ ചെറുപ്പക്കാരൻ എം മുകുന്ദൻ, മറ്റേ പത്മരാജൻ, കാക്കനാടൻ, ഇവരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ EMS, ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. പി കെ വാസുദേവൻ നായർ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, ഇവിടെ താമസിച്ചിട്ടുണ്ട് അങ്ങനെ 3-4 ദിവസമൊക്കെ. അങ്ങനെ അച്ഛനെ ഇഷ്ടമുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് രാഷ്ട്രീയക്കാർ. പൊൻകുന്നം വർഗീസ് സാറ്, മറ്റേ നാടകകൃത്തുക്കൾ, KT മുഹമ്മദ്, പൊൻകുന്നം വർഗീസ്, SLM സദാനന്ദൻ, PJ ആൻ്റണി, അങ്ങനെ തുടങ്ങി ആ കാലഘട്ടത്തിലുണ്ടായ എല്ലാ പ്രതിഭകളും ആയിട്ട് അച്ഛൻ നല്ല ബന്ധമായിരുന്നു. ഇതൊക്കെ അപ്പോഴൊക്കെ ഞാൻ കൂടെയുണ്ട്. ഈ ചില ചർച്ചാ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും നാടകത്തിനെ പറ്റി, സാഹിത്യ സമ്മേളനങ്ങൾ, അപ്പോഴൊക്കെ ഞാൻ കൂടെ പോകും. അതൊക്കെ വലിയൊരു അനുഭവമല്ലേ, അത് ആർക്ക് കിട്ടും അങ്ങനെ അനുഭവം? അതെനിക്ക് അതായത് ഞാൻ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഭാഗ്യവാനാണ് ശരിക്കും. പിന്നെ ആദ്യകാലത്തൊക്കെ കുറേ ബുദ്ധിമുട്ടുകളും ഒക്കെ, അത് അച്ഛനോടൊപ്പം ഉള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അല്ലേ. അല്ലാതെ ജീവിതത്തിലിപ്പം പണത്തിന് കുറേ ബുദ്ധിമുട്ടുണ്ട് പണ്ട് അതല്ലാതെ ഭയങ്കര സമ്പന്നനായിരുന്നു ഞാൻ പറഞ്ഞ ജനിച്ച അച്ഛൻ്റെ കൈകളിലാണ്. അതിൽ കൂടുതൽ ഒരവസ്ഥ എന്താ വേണ്ടത് മനുഷ്യന്? പിന്നെ മരിക്കുന്നവർ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അതിനുശേഷം നടന്നുള്ള രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതൊക്കെ അച്ഛനുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അച്ഛൻ്റെ ആശയങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു? വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു ഭീരുക്കൾ ചാരി നിൽക്കുന്ന, ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം. അച്ഛൻ ഭീരു അല്ലായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ ഈ ലോകം കണ്ട ഒരാളാണ്. 19ാമത്തെ വയസ്സിൽ 1.5 രൂപ തകരപ്പെട്ടിയായിട്ട് മലേഷ്യ ചെന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് തെണ്ടിത്തിരിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ജോലി കിട്ടി. അത്യാവശ്യം ജോലി കിട്ടി, കൊള്ളാവുന്നൊരു ജോലി കിട്ടിയ സമയത്താണ് INA ഇന്ത്യ സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിന് ഞാൻ പങ്കുചേരാമെന്ന് വെച്ചൊരു സൂയിസൈഡ് സ്ക്വാഡിൽ ചേർന്ന അച്ഛൻ അവിടെ ആ ഭാഗ്യത്തിന് തോറ്റുപോയി. ഈ കടലിൽ കൊണ്ടിടുന്നൊരു ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ അതിനകത്ത് ആ സമയത്തിന് മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി ചരടുണ്ട്, ആ ചരട് വലിച്ചു, അപ്പോഴത്തേക്ക് എടുത്ത് ബോട്ടിലിട്ടു. അതുകൊണ്ട് ആ സ്ക്വാഡിൽ പോയില്ല. അല്ലെങ്കിൽ ആ സ്ക്വാഡിലുള്ള എല്ലാ ആൾക്കാരും മരിച്ചുപോയി, ഒരാൾ പോയില്ല, അതെല്ലാം മരിച്ചുപോയത്. അപ്പം അതുകൊണ്ട് ജീവിച്ചത്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ സന്നദ്ധനായിട്ട് ഇവിടുന്ന് അമ്മയും അച്ഛനും പ്രണയമായിരുന്നു, കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ് പോയിട്ട് 9 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അതൊക്കെ മറന്നു. അച്ഛനും അമ്മയ്ക്കും മേലാതായി കിടക്കുക. എന്നിട്ട് അവരുടെ വീട്ടിൽ നോക്കാനാളില്ലാതായിട്ട് അമ്മ വിവാഹം കഴിച്ചിട്ടില്ല, അമ്മ അവരെ 2 പേരെയും കൊണ്ട് അമ്മയുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച്, അമ്മയുടെ മുറിയിൽ താമസിപ്പിച്ച് അവരെ നോക്കുക അമ്മ. സാവിത്രിയുടെ ശീലാവതിയുടെ ഒക്കെ പുസ്തകം കഥകൾ വായിച്ചിട്ട് അമ്മ അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു. അതൊക്കെ മറന്നിട്ടാണ് ഈ പറഞ്ഞ INA ചേർന്നത്, അപ്പോൾ രാജ്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര ആവേശഭരിതനായിരിക്കും എന്ന് ആലോചിച്ച്, എത്രമാത്രം എടുത്തുചാട്ടക്കാരനായിരിക്കും. പിന്നെ മരണം, കൊലപാതകങ്ങൾ, യുദ്ധം, ഇതൊക്കെ പങ്കെടുക്കേണ്ടി വരുന്നൊരവസ്ഥ. പിന്നെ രാജ്യമില്ലാത്ത അവസ്ഥ. റങ്കൂണി വെച്ച് ഇംഗ്ലീഷുകാർ പോയി, ജപ്പാൻകാരന് പോയി, ഭരണമില്ലാത്തൊരു അവസ്ഥ. ഈ നോട്ട് കൊണ്ട് പിള്ളേർ ഇങ്ങനെ കുട കെട്ടി കളിക്കുക, റോഡിലൊക്കെ നോട്ട് ഇങ്ങനെ കിടക്കുക.
വിലയില്ലാതെ നോട്ട്. നാളെ എന്താ സംഭവിക്കുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഇതൊക്കെ ലോകത്തെ ആർക്ക് അനുഭവിക്കാൻ പറ്റും? അപ്പം ജീവിതത്തെ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് അതിൻ്റെ എല്ലാ ഭീകരമായ വശങ്ങളിലൂടെയും അല്ലെ അളിഞ്ഞ വശങ്ങളിലൂടെയും കാണുകയും അവിടെ ജീവിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്ത് ജീവിച്ച ഒരാളാണ്. അങ്ങനെ ആൾക്ക് എവിടെ ഭയം ഉണ്ടാവുന്നു? ആളിനെ പോലെ ഞാനാവണമെന്ന് പറയാൻ പറ്റുമല്ലോ. അച്ഛൻ്റെ മകൻ. പക്ഷെ ഞാൻ കുട്ടിക്കാലത്തൊന്നും എനിക്ക് ഈ പറഞ്ഞ മാതിരി ദൈവവിശ്വാസമില്ല. ദൈവവിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ നമ്മുടെ ഓരോ ഈ പറഞ്ഞ ഭീരുക്കളുടെ ഒരു അവസ്ഥയാണ്. എനിക്കൊന്നും ഭീരുവാകാനുള്ള കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ നാമം ജപിക്കാറില്ല. ദൈവത്തിൻ്റെ കഥകൾ പോലെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ രാമായണം മഹാഭാരതത്തിലെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ല കഥയെന്ന് കവിഞ്ഞ് വേറൊന്നും തോന്നിയിരുന്നില്ല. അത് കൃഷ്ണനെയും രാമനെയും ഒക്കെ ഒരു കഥാപാത്രങ്ങളായിട്ട് നമ്മൾ കണ്ടിരുന്നേ ഉള്ളൂ. പിന്നീട് അമ്മ മരിച്ചൻ, എൻ്റെ അമ്മ 91 മരിക്കുന്നത്. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി. എനിക്ക് അമ്മയോട് ഭയങ്കര ഈ പറഞ്ഞില്ല അച്ഛൻ എൻ്റെ എല്ലാം ആയിരുന്നെങ്കിലും അമ്മ എൻ്റെ എന്തോ ഒരു വലിയ ശക്തിയായിരുന്നു. ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അച്ഛൻ്റെ കാലെ തൊട്ട് തൊഴും. അപ്പോൾ അച്ഛന് ഇഷ്ടമല്ല. അപ്പം എന്തിനാ എൻ്റെ അത് പാടില്ല, എന്തിനാ എൻ്റെ കാലെ തൊടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊരു ദിവസം എനിക്ക് കാലെ തൊട്ടിട്ട് കയറിയില്ല, എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പം ഞാൻ കയറാൻ തൊടുമ്പോൾ ഒരു ദിവസം ഞാൻ തുറപ്പോൾ അച്ഛൻ എന്തിനാടാ ഇങ്ങനെ. അത് 1-2 പ്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ കാലെ തൊടുന്നുണ്ടല്ലോ അമ്മയെ എൻ്റെ മനസ്സ് വിചാരിക്കുന്നത് പറഞ്ഞു. പിന്നെ അച്ഛൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ എനിക്ക് അമ്മ ഭയങ്കര ഒരു ശക്തിയായിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ലോസ് ഫീലിംഗ്, എവിടെയോ ഒരു നഷ്ടബോധം, എന്തോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഭീകരമല്ല, പക്ഷേ എന്നെ അത് എനിക്കറിയാം ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നെക്കാൾ പ്രായമുള്ള ആളാണ്. അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടെ മൂകാംബിക്ക് പോവുക. അപ്പം ഞാൻ നാടകമില്ലാത്ത സമയം എനിക്ക് മോനുണ്ടായി, വൈഫും ഒക്കെ ആയിട്ട്. അപ്പം അവൾ പറഞ്ഞു നമുക്കൊന്ന് മൂകാംബിക്കും പോവാം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം തോന്നി. എന്തോ ഒരു സമാധാനം. എനിക്ക് തൊഴാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, നമ്മൾ ശീലിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു സമാധാനം എനിക്ക് തോന്നി. ആ ഒരു സമാധാനം എനിക്കിപ്പോഴും മൂകാംബിയെ പോകുമ്പോൾ തോന്നും. എന്തോ ഒരു സമാധാനം. അല്ല അത് ദൈവം എനിക്ക് തരുന്നൊന്നും അങ്ങനത്തെ പക്കാ ഇപ്പോഴുമല്ല. ഞാൻ കൺഫ്യൂസ്ഡാണ് ശരിക്കും പറഞ്ഞാൽ, ഉള്ള കാര്യം പറയാം. അങ്ങനെ ഒരു പരമമായ ഒരു ദൈവം നമ്മളെ രക്ഷിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു കൺഫ്യൂസ്ഡാണ് ഞാൻ. ദൈവത്തിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ ഗോഷ്ഠിയും കോലാഹലങ്ങളും ഒന്നും വിശ്വാസമുള്ള ആളല്ല. അതൊക്കെ വളരെ മോശമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മനുഷ്യനായിട്ട് ജീവിക്കണം. പിന്നെ ഈ പറഞ്ഞ അവൻ്റെ പോരായ്മകൾ അല്ലെ അവൻ്റെ ബലഹീനത നമുക്കൊരു സംരക്ഷകനായിട്ട് ദൈവം അല്ലെ അതെന്തെങ്കിലും ദൈവം ഇപ്പം അച്ഛനും അമ്മയും പോലെ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയോ? അച്ഛനാ. ഇപ്പോഴും അച്ഛൻ എന്നോടൊപ്പം ഉണ്ട്. എന്തുകൊണ്ട് അച്ഛൻ എന്നൊരു ബോധം എനിക്കുണ്ട്. അതാ എൻ്റെ തൻ്റെ ആൾ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതാണ് ഈ ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ മിക്കവരുടെ അവസ്ഥ. അല്ലാതെ ഈ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രണയം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ. പ്രണയം അങ്ങനെയുള്ള പ്രണയം എന്ന് പറഞ്ഞ വലിയ സംഭവം ഒരു അവസ്ഥ ഉണ്ടല്ലോ. എന്താ പ്രണയം എന്ന് പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് പ്രായം കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മുടെ ഒരു പ്രായത്തിൽ തോന്നുന്ന, അല്ലെങ്കിൽ എല്ലാ പ്രായത്തിലും തോന്നാവുന്ന ഒരു അതർ സെക്സിനോടുള്ള ഒരു ഇഷ്ടം. അത് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ. പിന്നെ പ്രപഞ്ചത്തോട് നമുക്ക് സ്നേഹം തോന്നില്ലേ, പ്രണയം തോന്നുന്നു പറയല്. അത് വൈകാരികമായ സംഭവം. അതിൻ്റെ ഒരു പ്രത്യേക അർത്ഥത്തിൽ പറയാൻ പറ്റില്ല എന്താണ് പ്രണയം എന്ന് പറഞ്ഞത്, എന്താണ് ദൈവം എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പ്രണയിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നും? ഭയങ്കരമായൊരു പ്രണയവും ഭയങ്കര ശക്തിയാണ്. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷെ അതേസമയത്ത് ആ പ്രണയം ഇല്ലാതായി കഴിയുന്നൊരവസ്ഥ വരും. ഇല്ലാതായി കഴിഞ്ഞാലോ കൊല്ലാ അതെന്തായിരുന്നു ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അനലൈസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അത് പറ്റില്ല നമുക്ക്. അത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഞാനീ പറയുന്നതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ്. അല്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേര് വഴക്കുണ്ടാക്കുന്നതൊന്നും ഒട്ടും ശരിയാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വഴക്കുണ്ടാക്കേണ്ട ഒരാളല്ല ദൈവം, അഥവാ ഉണ്ടെങ്കിൽ തന്നെ. ഈ അഞ്ഞൂറാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അച്ഛൻ ചെയ്യുമ്പോൾ ഞാനൊക്കെ ഇത് ടി വിയിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനോ എന്ന് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ എന്തെങ്കിലും ഒരു അംശം ശരിക്കുള്ള ജീവിതത്തിൽ ഒട്ടുമില്ല. അച്ഛൻ വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യനായിരുന്നു. ആരെയും വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യും. പക്ഷെ ധീരനായിരുന്നു. ഇപ്പോൾ ഒരു എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം വന്നാൽ അത് നേരിടാനുള്ള
ആർജവം ഉണ്ടായിരുന്നു ഇപ്പോഴും. അതെപ്പോഴും അത് തീരെ മേലാതെ ഒന്നിനെയും ചുമ്മാ അങ്ങോട്ട് അനുസരിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. എന്നാൽ അതിനുള്ള ഇതൊന്നുമല്ല, ഒരു ആരോടും എതിർക്കുന്ന സ്വഭാവവും ഇല്ല. അപ്പം ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാട് അച്ഛൻ ഒരിക്കലും ഒരു എതിരായിട്ട് ഇങ്ങനെ തർക്കിക്കുക പറയുമ്പോൾ പറയാം എൻ്റെ അഭിപ്രായങ്ങളെ പറ്റി പറയുമെന്നല്ലാതെ അതിനെതിരായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പം യുക്തിവാദി സംഘത്തിൻ്റെ മീറ്റിങ്ങിനൊക്കെ അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ ആശയങ്ങളെ പറ്റി മനസ്സിലായി. ഇതിൽ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പം ഞാനിപ്പം എൻ്റെ ഞാനീ പറഞ്ഞ ആശയങ്ങൾ മറ്റൊരാളെ വേദനിപ്പിക്കത്തക്ക രീതിയിലല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിനും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും മറ്റൊരാളെ നോവിക്കാനോ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തർക്കിക്കാനോ ഒന്നാമത് തർക്കിക്കാറില്ല. എന്നോടും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ 1-2 കാര്യങ്ങൾ ഒരിക്കലും തർക്കിക്കരുത്. ഒരു കാര്യത്തിൽ നിനക്ക് വളരെ ബോധ്യമുള്ള കാര്യമാണെങ്കിലും വളരെ ശരിയെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പറയാം. അതല്ല എന്ന് പറഞ്ഞ് മറ്റൊരാൾ ഭയങ്കരമായിട്ട് തർക്കിക്കാൻ പോകണ്ട. എന്തിന് തർക്കിക്കണം? അയാളുടെ ബോധത്തിലുള്ള കാര്യം മാറ്റാൻ പറ്റില്ല നമുക്ക്. അപ്പം അത് അതിനെപ്പറ്റി തർക്കിക്കാൻ പോകരുത്. തന്നെ അതൊരു വളരെ നല്ല കാര്യമാണ്. ഞാൻ ജീവിതത്തിൽ പിന്തുടരുന്ന കാര്യങ്ങളൊന്നും അതാണ്. എന്തിനാ നമ്മൾ അങ്ങനെ നമ്മളിപ്പോൾ അച്ഛൻ്റെ സ്മൃതി മണ്ഡപത്തിന് മുന്നിലാണല്ലോ ഇരിക്കുന്നത്. അതെങ്ങനെയാണ് ഇങ്ങനെ ഒരു രൂപകൽപ്പനയിലേക്ക്? അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊരത്ഭുതം, എന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചതോ അല്ല, ഞാൻ എന്നിൽ കൂടി പ്രപഞ്ചം സൃഷ്ടിച്ചതോ. അച്ഛൻ എഴുതിയ കവിതയാണ് ഇത്. അച്ഛൻ എഴുതിയത് 72-ലാണ് തോന്നുന്നു. ഞാനൊരു പ്രിൻറ്റിങ് പ്രസ് തുടങ്ങി. കോളേജൊക്കെ കഴിഞ്ഞു. നാടകമുണ്ട്. അപ്പോൾ നാടകത്തിന് നോട്ടീസ് അടിക്കണം, അച്ഛൻ്റെ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യണം, അങ്ങനെ കുറേ പ്രിൻ്റ് ചെയ്യാനുള്ള മാറ്ററുണ്ട്. അപ്പോൾ അതോടൊപ്പം വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ടെങ്കിൽ ജോലിയായി. ഇപ്പോൾ 3-4 പേർക്ക് ജോലിയാവും എന്നൊക്കെ വിചാരിച്ച് ഞാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഈ വീട് വെച്ചു. അങ്ങേപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. ആ പഴയ വീട്ടിൽ പ്രസ് തുടങ്ങി. അപ്പോൾ പ്രസ് മെഷീനൊക്കെ കൊണ്ടുവന്ന് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ഘാടനം പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങണം അന്ന്. അപ്പോൾ എന്താ പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞു എന്തോ ഹരിശ്രീ. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, അച്ഛൻ എന്തെങ്കിലും എഴുതാം. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് എങ്ങനെ എഴുതുന്നത്? അത് ഞാൻ പറഞ്ഞു ഇപ്പോഴല്ലേ മനസ്സിൽ തോന്നിയോ അച്ഛൻ അച്ഛൻ തോന്നുന്നു എന്തെങ്കിലും ഒന്ന് എഴുതുക. അന്നേരം തന്നെ ഒരു പേനയും കടലാസും എടുത്ത് എഴുതി തന്ന കവിതയത്. എന്തൊരത്ഭുതം, എന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചതോ അല്ല, ഞാൻ എന്നിൽ കൂടി പ്രപഞ്ചം സൃഷ്ടിച്ചതോ. ഉത്തരം കാണാത്തൊരു ചോദ്യങ്ങൾക്ക് അവസാനം ഉത്തരം എഴുതുവൻ മരണപത്രത്തിൽ ഞാൻ. അതാണ് അത്. ഞാൻ ആദ്യം പ്രിൻ്റ് ചെയ്ത പേപ്പർ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഇത് അപ്പം അതങ്ങനെ അന്ന് പ്രിൻ്റ് ചെയ്താൽ ഞാൻ എടുത്ത് വെച്ചിരുന്നു. അതായത് പിന്നെ ഞങ്ങൾ എപ്പോഴും ഞാനും എൻ്റെ പെങ്ങന്മാരൊക്കെ ചുമ്മാ ഇരുന്ന സമയങ്ങളിൽ ഞങ്ങൾ അതുപോലെ എല്ലാ വിഷയങ്ങളും സംസാരിക്കും. അപ്പോൾ അച്ഛൻ്റെ ദൈവവിശ്വാസത്തിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ചോദിക്കും, ഈ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തോ പറഞ്ഞോ, ഈ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണ്ടേ? വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. ആ വിശ്വാസം ഇല്ലാത്ത ആളിന് ബോഡി എന്ത് ചെയ്യണമെന്നൊരു അത് നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത്? മരിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്, ലോകം പോലും എനിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രപഞ്ചം അച്ഛൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കും മുൻപുണ്ടായിരുന്ന പരമാണുവിൽ പോലും ഞാനുണ്ടായിരുന്നു എന്നാണ്. എനിക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ആ ഒരു. അപ്പോൾ പറഞ്ഞു അതെനിക്ക് എന്ത് വേണേൽ ചെയ്തു. നിങ്ങൾ ചുട്ടുകരിക്കുകയോ വെട്ടി മൂടുകയോ, ഇതാണ് വാക്ക്, ചുട്ടുകരിക്കുകയോ വെട്ടി മൂടുകയോ എന്ത് വേണേൽ ചെയ്തു. പക്ഷേ പറ്റുമെങ്കിൽ അപ്പം ഞങ്ങൾ നിർബന്ധിച്ചല്ലേ എന്നാലും കരിക്കണോ അല്ലെങ്കിൽ എന്താ മൂടണോ എന്താണെന്നൊരു അങ്ങനെ ഒന്നും എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാനെന്നാ അന്ന് എഴുതിയില്ല എൻ്റെ കവിത. അതൊന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചേക്കാം ചുമ്മാ എന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചപ്പം ഞാൻ അതേതോ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് ഇപ്പോൾ ശ്രീരാമൻ ഉണ്ടായിരുന്നു, നമ്മുടെ VK ശ്രീരാമൻ നടൻ ശ്രീരാമൻ ഉണ്ടായിരുന്നു. പിന്നെ വസന്ത് എന്ന് പറഞ്ഞൊരു ആർട്ട് ഡയറക്ടറുണ്ട്. ഈ ഇതിന് ദേശാടനത്തിന് ആർട്ട് പപ്പയ്യനായിരുന്നു ദേശാടനത്തിൻ്റെ ആർട്ട് ഡയറക്ടർ. അപ്പോൾ വസന്തും ഒക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് കൃഷ്ണശിലയിൽ, അതായത് ഒരിക്കലും നശിക്കരുത്, കോൺക്രീറ്റിലൊക്കെ ചെയ്താൽ പോകുമല്ലോ, ഇത് എത്രയും കാലം നിൽക്കുന്നോ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ കല്ലിൽ എനിക്കൊരു എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു കൊടകര നമ്മളവിടെ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കല്ല് കുത്തുന്ന ആൾക്കാർ. അപ്പോൾ 1-2 പേരുണ്ട്. അപ്പോൾ ഈ വസന്ത് പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ. അപ്പോൾ എങ്ങനത്തെ ഡിസൈൻ, അപ്പം ശ്രീരാമനും വസന്തും ഒക്കെ കൂടെയാണ്. ഞാൻ പറഞ്ഞു സ്റ്റേജും നാടകവും ഒക്കെ സ്റ്റേജിൻ്റെ ഒക്കെ ഒരു സങ്കല്പം വേണം,
ഒരു ഉയർന്ന തലം പോലെ തോന്നണം എന്നൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വരച്ച് തന്നൊരു സാധനമായിരുന്നു. ആ വസന്തും കൂടെ വന്നിരുന്നൂടെ, പിന്നെ കൊത്താൻ വന്ന ആൾക്കാർ, അത് വലിയ ഒരു സംഭവം അത്രേ ഉള്ളൂ. അച്ഛൻ എന്ന നാടകാചാര്യനെ മുൻനിർത്തുകയാണെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടോ നാടകത്തിലേക്ക് സാറിനെ? പഠനം നാടകം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം, അഭിനയിക്കാൻ. അങ്ങനെ ഞാൻ കൊച്ചിലെ പോലെ നാടക റിഹേഴ്സൽ കാണുന്നു, അതോടൊപ്പം വളരുകയല്ലേ. ഈ പറഞ്ഞ ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ പോലെ ശരിക്കും കേട്ടും വളരുന്നതല്ലേ, അല്ലാതെ ഇരുത്തിക്കൊണ്ട് അതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും അല്ല. പിന്നെ ഒരുപാട് ബുക്സ്, ലോകത്തുള്ള എല്ലാ നാടകങ്ങളെ പറ്റിയുള്ള ബുക്സൊക്കെ ഉണ്ട്. അത്യാവശ്യം ഞാനും കുറച്ചൊക്കെ വായിക്കും. അച്ഛൻ്റെ അത്രയും വായനല്ല, അച്ഛൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു സമയം പോലും വെറുതെ ഇരിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. അപ്പം ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റി പോയാലൊന്നും പഠിച്ചാലൊന്നും എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇത് മാത്രമല്ല, ഈ ഒരുപാട് അച്ഛൻ 32 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ നാടകങ്ങളിലൊക്കെ റിഹേഴ്സൽ എൻ്റെ പല പ്രായത്തിൽ, എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ മരിക്കുന്നതിനുള്ള കാലത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ കാലത്ത് എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ബോധത്തിൽ ഞാൻ കാണുന്നത് എങ്ങനെയാണ് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ കണ്ടപ്പം എനിക്ക് ഒരാൾ കഥാപാത്രം സൃഷ്ടിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അന്നേരം തോന്നിയ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രായമായപ്പം കുറച്ചും കൂടി ഡെപ്തിലായിരിക്കും ഞാൻ പഠിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ഈ പറഞ്ഞ മനസ്സുകൊണ്ടാണ് അഭിനയിക്കണം എന്നൊക്കെ തോന്നലൊക്കെ വരുന്നത് പിന്നെ എൻ്റെ സ്വയം ഞാൻ തന്നെ ചെയ്യുമ്പോൾ തന്നെ എന്നിലുണ്ടാവുന്നുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസാണ്. ഞാൻ അത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, വേറൊരു പണിയിട്ട് അറിയാനും വേണം. അപ്പോൾ ആ ഒരു ലോകത്തിലാണ് ഞാൻ ജീവിച്ചത്. ഇപ്പോൾ പല പല കലാലയങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ നാടകം ഒരു സബ്ജക്റ്റായി വരുന്നുണ്ട്. പക്ഷെ മിക്ക വിദ്യാർത്ഥികളും അത് സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള നിലയ്ക്ക് നാടകത്തെ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അഭിനയം എനിക്ക് ഒരു കാര്യം എനിക്കിപ്പോഴും തോന്നുന്നു, ഒരിക്കലും ഒരു അഭിനയം ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഞാനൊരാൾ പറഞ്ഞിട്ട് അഭിനയം എങ്ങനെയാണ്, എന്താണ്, വാട്ട് ഈസ് ആക്ടിങ് എന്ന് ചോദിച്ചാൽ പോലും എന്താ പറയുക, അതിനൊരു പ്രത്യേക ഡെഫിനിഷൻ. ഒരു നടനിലൂടെ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നടനിലൂടെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുക, നടനിലൂടെ സൃഷ്ടിക്കുന്ന ആ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് അഭിനയം. അതെങ്ങനെയാണ് അതുണ്ടാക്കേണ്ടതെന്ന് ഇപ്പോൾ ഒരാളുടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ മുഖം കൊണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ആ കഥാപാത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ കഥാപാത്രം എന്താണെന്ന് ഒരാളിലേക്ക് എത്തിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ വേണം അയാൾക്ക്. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കലാരൂപമാണ് അഭിനയം എന്ന് പറയുന്നത്. നമുക്ക് നിസ്സാരമായിട്ട് അത് ആർക്കും ചെയ്യാം, എനിക്ക് ചെയ്യാമല്ലോ തോന്നും, ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയല്ല ഇത്. അതിൻ്റേതായ ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പിന്നിൽ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൃഷ്ടിയാണല്ലോ ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ, ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി എവിടെയാണ്? സൃഷ്ടാവാരാ? നടനാണ്. ഞാനെന്ന സൃഷ്ടാവിലൂടെ സംഭവിക്കുന്നൊരു സൃഷ്ടിയാണ് കഥാപാത്രം. അപ്പോൾ ആ സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെയാണ്. എൻ്റെ കൈയും കാലും എൻ്റെ ശരീരവും തന്നെയല്ലേ, പക്ഷേ എന്നിൽ നിന്നും തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് ഈ സൃഷ്ടിക്ക്. മാത്രമല്ല, ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ വിമർശകനും ഞാൻ തന്നെയാണ്. അത്രയും വേണോ, അത്രയും വേണ്ട, ഇത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിയന്ത്രിക്കണം അയാളെ. അവിടം വരെ പോയി അവിടെ നോക്കി ഇങ്ങനെ തിരിയുമ്പോൾ ചെറിയ ചിരി വരണേ എനിക്ക്. അപ്പോൾ അവിടം വരെ നോക്കുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ എനിക്ക് ചിരി വരേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയുമ്പോൾ എൻ്റെ കണ്ണ് പകുതി നിറഞ്ഞിരിക്കണം. ഇതൊക്കെ ചെയ്യുന്ന ആരാ? ഞാൻ എന്ന് പറയുന്ന വിജയരാഘവൻ എന്ന് പറഞ്ഞ ആളാണ്. ഈ പറഞ്ഞ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രം അപ്പുക്കുട്ടനാണെങ്കിൽ അപ്പുക്കുട്ടനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിജയരാഘവനാണ് തീരുമാനിക്കുന്നത്. അപ്പോഴും ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. അതേമാതിരി എന്നെ മറന്നിട്ട് മറന്ന് ഞാൻ കഥാപാത്രമായി തീർന്നു സംഭവിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. അതൊരു നല്ലൊരു നടൻ്റെ ഗുണമായിട്ട് ഞാൻ തോന്നുന്നില്ല. എനിക്ക് പണ്ട് 10-12 വയസ്സുണ്ട്. 10-11 വയസ്സാണ്. മഹാത്മബലി എന്ന നാടകം. അതിനകത്ത് ഞാൻ കൊച്ചുകുട്ടിയാണ്. അപ്പം എൻ്റെ അച്ഛൻ പട്ടാളക്കാരനാണ്. അപ്പം അച്ഛൻ അവധിക്ക് വന്നപ്പോൾ അമ്മ പൂർണ്ണ ഗർഭിണിയാണ്, രണ്ടാമത്തെ കുട്ടി കൺസീവ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഇത് പെട്ടെന്ന് യുദ്ധം വന്നു. ചൈനീസ് വാറിൻ്റെ സമയത്ത് അച്ഛൻ എഴുതിയ നാടകം. അപ്പോൾ പെട്ടെന്ന് പോകണം. പോകുമ്പോൾ ഞാൻ തിരിച്ചു വരും, അന്നേരം ഇവനെ എനിക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് അങ്ങനെ പിരിയുന്നൊരു സീനൊക്കെ ഉണ്ട്. നെക്സ്റ്റ് രംഗം ശരിക്കും പറഞ്ഞാൽ അവിടെ യുദ്ധം നടക്കുന്നു, യുദ്ധത്തിൽ ഇങ്ങനെ മരിക്കുന്നു. ഇത് അടുത്ത രംഗത്ത് ഇവിടെ അറിയുന്നു ആരൊക്കെയാണ്. അപ്പം ആ രംഗത്ത് ഇവർ പ്രസവിച്ചു, തൊട്ടിൽ കെട്ടി അമ്മ താരാട്ട് പാട്ട് പാടും. പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്യാരക്ടർ പയ്യൻ വരും, വന്ന് ആ പാട്ട് കേട്ടിട്ട് അമ്മ പാടിക്കൊണ്ട് കരയുന്നു. അപ്പോൾ ആ കൂടെ ഇവനും കരയും. കരയുമ്പോൾ വന്ന് അപ്പൂപ്പനത് വരും. അപ്പോൾ സമാധാനിപ്പിക്കും പിന്നെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുമ്പോഴും കരച്ചിൽ അങ്ങോട്ട് മാറുന്നില്ല, കുട്ടിക്ക് കരച്ചിൽ മാറുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് പൊക്കും, മോനകത്തോട്ട് പൊക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കരച്ചില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ കരയുന്ന കാണുമ്പോഴേ കരച്ചിൽ വരേണ്ടത്. ആ കരച്ചിൽ അപ്പൂപ്പൻ വരുമ്പോൾ അപ്പൂപ്പൻ സമാധാനിപ്പിക്കും, കുറച്ച് കുറഞ്ഞു. പക്ഷേ പോകുമ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ആണോ ഇത് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ വന്ന് ഞാൻ കരച്ചു തുടങ്ങി. അപ്പൂപ്പൻ വരുന്നു, നന്നായിട്ട് ആൾക്കാർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. നാടകം കഴിയുമ്പോൾ എന്നെ എടുത്തോണ്ട് പോകുന്ന ആൾക്കാർ. ഞാൻ ശരിക്കും കരയും. അപ്പൂപ്പൻ പിന്നെ സമാധാനിപ്പിച്ച് വിടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കരച്ചിൽ മാറുകയാണ്. ഞാൻ ഇങ്ങനെ അപ്പം നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഒന്ന് ചിറ്റയൊക്കെ ഒന്ന് നന്നായിരുന്നു ഞാൻ ചിരിക്കും, പക്ഷെ കരച്ചിൽ മാറുകയില്ല. എൻ്റെ കരച്ചിൽ നിൽക്കില്ല, എനിക്ക് അത് നിർത്താൻ പറ്റുന്നില്ല എനിക്ക്. അത് നല്ല ലക്ഷണമല്ല, മനസ്സിലായോ? ഒരു നടനാണെങ്കിൽ അങ്ങനെ ആകാൻ പാടില്ല. കട്ടെന്നോ തീരണ്ടേ നമുക്ക്, റിയലായിട്ട് വരണ്ടേ. അത് അതാ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ അറിയില്ല. അത് നല്ല ലക്ഷണമല്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് നടനും ഈ പറഞ്ഞ ലൈഫും തമ്മിലുള്ള വ്യത്യാസമാണ്. മറ്റേ ഇവൻ കുട്ടിയായിരിക്കുന്ന ഞാൻ ശരിക്കും ഫീൽ ചെയ്തപ്പോൾ എൻ്റെ കൂടെ അങ്ങ് പോവാം. ഒരുപാട് എന്താ പറയുക, നമ്മൾ തുമ്പിതുള്ളലൊക്കെ ഇല്ലേ, കുമ്പോടത്ത് കാണാൻ കുമ്പോടം ഡങ്ക് ടക്കട്ടി ഡങ്ക് ഇത് കാണുമ്പോൾ നമ്മൾ കുറച്ച് നമ്മളറിയാതെ പരിസരം വന്ന് നമ്മൾ കുറച്ച് ചിലർ തുള്ളും. ഈ തുമ്പിതുള്ളൽ കണ്ടിട്ടുണ്ടോ കളം വരച്ച? അപ്പോൾ അതിങ്ങനെ തുള്ളി ചിലര് ഇതിൻ്റെ കൂടെ അങ്ങ് തുള്ളാൻ തുടങ്ങും. പാരമ്യത്തുമ്പോൾ ഇവരും രക്ഷയിൽ ഇതായിപ്പോവും. അത് കൺട്രോൾഡ് അല്ല, നടനല്ല, നടൻ കൺട്രോൾഡ് ആയിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാ? അത് നമ്മളിൽ തന്നെ ഉണ്ടാവേണ്ടതല്ലേ, അത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതല്ലേ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി സൃഷ്ടിയും സൃഷ്ടാവും വിമർശകനും ക്യാൻവാസും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതൊരു വല്ലാത്ത ഒരു കലാരൂപം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഈസി ആയിട്ട് തോന്നുന്നില്ല എനിക്ക്. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വ്യത്യാസമല്ല കേട്ടോ. അതാണ് എനിക്ക് ഇതിനെ പറ്റിയുള്ളൊരു ആത്യന്തികമായ എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി സാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കാതൽ എന്ന സിനിമ സാറ് കണ്ടിരുന്നു. ഹോമോസെക്ഷുവാലിറ്റി പലരും പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ തന്നെ പല കാലഘട്ടങ്ങളിൽ തമാശ എന്ന രൂപേണയൊക്കെ അവതരിപ്പിച്ച് പോകുന്ന ഒരു ടോപ്പിക്കാണ്. അത്ര ഒരു വലിയൊരു ക്യാരക്ടറിനെ അദ്ദേഹം അവതരിപ്പിച്ചു അതിലൂടെ. എങ്ങനെയായിരുന്നു അത് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? നന്നായിട്ട് അവതരിപ്പിച്ചു, ഗംഭീരമായിരുന്നു. അല്ല, മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അയാൾ എപ്പോഴും പുതിയ സംഭവങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞൊരു മമ്മൂട്ടിക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ ഇയാൾക്ക് സ്റ്റാർഡം ഉണ്ടല്ലോ, സ്റ്റാർഡം കീപ്പ് ചെയ്യാൻ വേണം. പക്ഷേ എങ്കിൽ പോലും അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ചെയ്തിട്ടുമുണ്ട്. ഇപ്പം പാലേരി മാണിക്യം അതുപോലുള്ള പടങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പടങ്ങളുണ്ട്. അങ്ങനെ അന്ന് മുതൽ ഉള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പുള്ളി അങ്ങനെയുള്ള കഥാപാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും എനിക്കും തോന്നിയിട്ടില്ല. അത് ഇപ്പം മമ്മൂസ് അത് അങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈസിയായിട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇത്ര കൺവിൻസിങ് ആയത്. അച്ഛനോട് പറയുന്നില്ല, അച്ഛൻ തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചതെന്ന് പറയുന്നൊരു ഒറ്റ സിറ്റുവേഷൻ മതി. അയാളത് ഗംഭീരമല്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മലൈക്കോട്ടെ വാലിബൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിത്രം തിയേറ്ററിൽ എത്തി ഒരു ഫസ്റ്റ് ഡേ റിലീസ് ചെയ്ത സമയം തന്നെ ഒരുപാട് റിവ്യൂയിങ് ഒക്കെ വന്നിട്ട് പിന്നീട് അത് ഓക്കെ, ഈ റിവ്യൂയിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റിവ്യൂവിനെ സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആർക്കും ആരെ പറ്റി എന്തും പറയാമല്ലോ. ഇപ്പം റിവ്യൂ മാത്രമല്ലോ. ഇവിടെ ഇപ്പം നരേന്ദ്രമോദിയെ പറ്റി അയാൾ മറ്റേ ചായക്കടക്കാരൻ എന്തൊക്കെ പറയുന്നുണ്ട്, പിണറായി വിജയനെ പറ്റി ചെത്തുകാരൻ്റെ മറ്റേ അങ്ങനെ പറയാം. അത് അത്ര നമ്മളെ ബോധം വളരെ ഈ പറഞ്ഞ നമ്മൾ പിന്നെ വിദ്യാസമ്പന്നരാണെന്നൊക്കെ പറയുന്നുള്ളൂ. വിമർശിക്കുന്ന അങ്ങനെയല്ല, വിമർശിക്കുന്ന ശരിക്കും വിമർശിക്കുക ഒരാളെ പറ്റി. അതിൻ്റെ ഒരു അന്തസ്സുണ്ട്. ഇപ്പം ഞാൻ ഒരാളെ പറ്റി എനിക്ക് എൻ്റെ ഒരു
ഞാൻ ഓരോ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അഭിനേതാക്കളുണ്ട്. ഞാൻ ആരെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല, എന്തിനാ പറയുന്നത്? അപ്പം പിന്നെ അഥവാ പറയുന്ന ആളിന് അത്ര ആധികാരികമായിട്ട് പറയാനുള്ള കഴിവുണ്ടാവണം. പലരും ഈ പറഞ്ഞ റിവ്യൂ നടത്തുന്നവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു കാര്യമായ വിവരമുള്ളവരൊന്നുമല്ല. അത്യാവശ്യം വിവരമുള്ള ചുമ്മാ കണ്ട് എനിക്ക് തോന്നുകയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കാതൽ എന്നുള്ള സിനിമ ഒരാൾക്ക് തോന്നുകയാണ് അയാൾ മമ്മൂട്ടിയെ പറ്റി ഭയങ്കര ഇമേജ്, ഒരു ഹീമാൻ എന്ന് മനസ്സിൽ കാണുന്ന ഒരാളാണ്. അയാൾക്ക് കണ്ടാൽ തോന്നും ഇയാൾ എന്തിനാ ഇങ്ങനത്തെ ഒക്കെ അഭിനയിക്കുന്നത്, ഇയാൾക്ക് മമ്മൂസ് വന്ന് മമ്മൂസ് 2 അടി കൊടുക്കണ്ടേ, അവള് കല്യാണം വേണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴേ അവളെ വിട്ടിട്ട് വേറെ കല്യാണം കഴിക്കണ്ടേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയി. അതാണോ കഥ? ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു സിനിമ കൺസീവ് ചെയ്യുന്ന ഒരാൾ ആ കഥയാണ് കൺസീവ് ചെയ്യുന്നത്, ആ കഥയ്ക്കനുസരിച്ചാണ് അതിനെ മോൾഡ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണ് സിനിമയെ കാണേണ്ടത്, അല്ലാതെ നടൻ്റെ ഇമേജ് വെച്ചിട്ടല്ല സിനിമയെ കാണേണ്ടത്. ഇപ്പം മോഹൻലാലിൻ്റെ ഇമേജ് വെച്ചല്ല സിനിമയെ കാണേണ്ടത്. ഇപ്പം ഞാൻ കേട്ടിടത്തോളം, ഞാൻ പടം കണ്ടില്ല, മലയക്കോട്ട ബാല്യം എന്ന് പറയുമ്പോൾ അവർ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ഇമേജ് വെച്ചിട്ടാണ് പലരും കാണുന്നത്. അയാൾ ചെയ്ത് ഇപ്പം രജനീകാന്ത് വന്നിട്ട് 2 കാലും കെട്ടിയിട്ടിട്ട് ഒരു ഉപദ്രവിക്കാൻ വന്നാൽ അയാൾ ഒന്ന് ഊതിയാൽ ഈ അടിക്കാൻ പറ്റുന്നൊക്കെ പറന്നു പോകും, ആൾക്കാർ വിശ്വസിക്കും ഇല്ലേ? അതാണ് സിനിമ എന്ന് പറഞ്ഞ ഒരു ഇല്യൂഷൻ. അതുകൊണ്ട് ഇയാൾ ഒരു നാളൊരു തെണ്ടിയായിട്ട് കഥാപാത്രം അഭിനയിക്കുമ്പോഴും ഊതാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ഊതിയാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിവരക്കേടുകൾ, ഇത് റിവ്യൂ ബോംബിങ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നതിനെ പറ്റി എനിക്ക് ഒന്നാമത്തെ കാര്യം അത് കൃത്യമായ അതിനെപ്പറ്റി ധാരണയുള്ളവരായിരിക്കണം ഇതിനെ വിമർശിക്കാൻ. വിമർശിക്കേണ്ടതല്ല, വിമർശിക്കണം, ഡെഫിനറ്റായിട്ട് വേണം. പക്ഷെ വിമർശിക്കുമ്പോൾ അതിനകത്ത് വിമർശിക്കുന്നതിന് പറയാനൊരു കാര്യം ഉണ്ടാവണം. എന്തുകൊണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ചുമ്മാ വെറുതെ അത് തല്ലിപ്പൊളി അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ അത് ചെയ്തു അതൊക്കെ ചുമ്മാ. അതിപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, അത് ഇതിനു മുമ്പ് പലരും, ഞാൻ പേര് പറയുന്നില്ലെന്നുള്ളൂ, പലരും ഭയങ്കര വിവരക്കേടൊക്കെ വന്ന് പറഞ്ഞ പല ആൾക്കാരുണ്ട്. പക്ഷെ അയാളെ കാണാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. ഈ വ്യൂവേഴ്സ് വരുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ ഇത് കിട്ടുമല്ലോ, വ്യൂവേഴ്സ് വരുമ്പോൾ അനുസരിച്ച് റവന്യൂ ഉണ്ടാകും. അതത് ഒരു ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം എന്നുള്ളത് ചില തണ്ടാൻ നടക്കുകയല്ലേ, അത് ഒരു മാർഗം ജീവിക്കാൻ വേണ്ടി. അതിനുശേഷം വളരെ അധമമായ രീതിയിൽ പോകുന്നത് ശരിയല്ല. പിന്നെ അതിപ്പോൾ ഓരോരുത്തർക്ക് അതിനപ്പം ഒരുത്തൻ പറയാമെന്ന്, ഒരു ജോലിയും ചെയ്യണ്ട, രാവിലെ മുതൽ പാത്രമായിട്ട് ഇറങ്ങിയാൽ മതി, കാശ് കിട്ടും. നല്ല ശരിയല്ല, എന്തിനും അധ്വാനം ഇല്ല, ചുമ്മാ നാട്ടിൽ നടക്കുകയും ചെയ്യാം. ഒരു കവലയിൽ വെച്ചൊന്ന് കുറേ പേര് നിൽക്കുന്നത്, പൈസ കിട്ടി. എന്തിനാന്ന് രാവിലെ മുതൽ കഷ്ടപ്പെടുന്നത്? അത് സുഖമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എങ്ങനെ നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം തീർത്തുകൊള്ളും എന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് നല്ല കാര്യമാണെങ്കിൽ നല്ല കാര്യമാണ്. അതിപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം, ജനാധിപത്യ രാജ്യമല്ലേ, ആർക്കും എന്തും ആരെപ്പറ്റിയും പറയാവുന്ന രാജ്യമാണ്. അല്ലെങ്കിൽ അതിന് മൊത്തത്തിൽ ആ ഘടന മാറണം, എന്നിട്ട് പിന്നെ പറയാം. അല്ലാതെ ഇപ്പം ഈ ഘടനയിൽ ആർക്കും പറയാം, എന്തും പറയാം ആരെപ്പറ്റി. പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ് വരാനുള്ളത്? ഞാനിപ്പോൾ കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞൊരു പടം വരാനുണ്ട്. അത് ഞാനും ആസിഫ് അലി, അപർണ ബാലമുരളി ഒക്കെ ഉണ്ട്. അത് നല്ല ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇപ്പോൾ കലാധരൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം വരുന്നുണ്ട്. പിന്നെ വള എന്ന് പറഞ്ഞ പടം, അത് മൗസി എന്ന് പറഞ്ഞൊരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഷറഫുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമുണ്ട്, അത് പ്രണീഷ് എന്ന് പറഞ്ഞ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പടം, അങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പടം. പിന്നെ കഴിഞ്ഞ വർഷം വളരെ സന്തോഷമായിരുന്നു എനിക്ക്, കുറേ വ്യത്യസ്തമായ വേഷം ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷം പൂക്കാലം ചെയ്യാൻ പറ്റി, നെയ്മർ ചെയ്യാൻ പറ്റി, ജോഷിയുടെ ആൻ്റണി, പിന്നെ കണ്ണൂർ സ്ക്വാഡ്, അതൊരു സാധാരണ പോലീസ് ഓഫീസറാണ്. പിന്നെ പേരല്ലൂർ IPL മറ്റേ വെബ് സീരീസ്, ഇതൊക്കെ കുറേ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയ വർഷമാണ് കഴിഞ്ഞ വർഷം. ആൾക്കാർക്ക് അതെ എങ്ങനെ എടുത്താൽ ഇപ്പം ഞാൻ ആസ്വദിക്കുന്നത്, ഞാൻ ഒരു റോൾ ചെയ്തിട്ട് ഞാനങ്ങ് ആസ്വദിക്കുന്നു. അതിപ്പം ആൾക്കാർ നല്ലതെന്ന് സന്തോഷം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു പൂച്ചണ്ട് തന്നാലും എനിക്ക് സന്തോഷമാണ്, ഇഷ്ടമാണ്. അതാണ് ഞാൻ ആസ്വദിക്കുന്നത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞൊരു എനിക്ക് ഇതുവരെ അവാർഡൊന്നും കിട്ടിയിട്ടില്ല, അറിയാതെ ഒരു അങ്ങനത്തെ. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇപ്പം നാളെ ഇതിപ്പോൾ കിട്ടാതിരുന്നതുകൊണ്ട് ഞാൻ മോശം നടനാണ് അതുകൊണ്ടാണ് കിട്ടാത്തത്, നാളെ എനിക്ക് അവാർഡ് കിട്ടി, ഞാൻ മഹാനടനായി എന്നുമില്ല. മനസ്സിലായോ?
ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു ഒരു സുഖമുണ്ട്. അത് ചില പ്രത്യേക എല്ലാ കഥാപാത്രമല്ല കേട്ടോ, ചില പ്രത്യേക ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു ആത്മസുഖമുണ്ട്. അതും അതോടൊപ്പം ഈ പറഞ്ഞ പോലെ കാണുന്നവർ കൊള്ളാം. പിന്നെ പടം ഓടിയ ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാൻ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു, എന്താ പേര്, ലീല, രഞ്ജിത്ത്, കണ്ടിട്ടുണ്ടോ? ഒരു ബിജുമേനോൻ ഞാനോട്, എനിക്ക് ആ ക്യാരക്ടർ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ആ പടം ഓടിയില്ല. അപ്പോൾ അതൊരു വിഷമമാണ്. അങ്ങനത്തെ ഫീലിങ്സേ ഉള്ളൂ എനിക്ക്. അല്ലാതെ വേറെ ഈ പറഞ്ഞ മാതിരി ഈ ബോംബിങ് അതൊന്നും അതെൻ്റെ എന്നെ പക്ഷെ വേറൊന്നും കേട്ടോ, ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും ഞാൻ ആലോചിക്കും, എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിക്കും. അല്ലാതെ ഞാൻ തെറ്റിക്കളയാറില്ല. എന്നെപ്പറ്റി മോശം അഭിപ്രായം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പറഞ്ഞത്, കാര്യമുണ്ടോ, ഞാൻ തന്നെ എനിക്കറിയാം, ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക അതെന്തായിരിക്കും. അപ്പം ഞാനത് അനലൈസ് ചെയ്തിട്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ്. മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചാൽ കൊള്ളാമെന്നൊരു വേദിയിൽ പറയുന്നത് അങ്ങനെ എൻ്റെ ആഗ്രഹം. പക്ഷെ ഒരിക്കലും നടക്കില്ല. അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ അഭിനയിക്കാതെ മകനായിട്ട് എനിക്ക് അഭിനയിക്കാൻ, എനിക്ക് അച്ഛൻ കൂടെ ആയ പോലെ. അപ്പനാണെങ്കിൽ പുള്ളി പറയും അതും കൂടെ ഞാൻ അഭിനയിക്കാമെന്ന് പറയും. അപ്പം അങ്ങനെ പുള്ളിയല്ല, പുള്ളി തന്നെ അവന് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നാൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നുന്നില്ല, എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് നിങ്ങൾ. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഒരു നല്ല മനുഷ്യനാണ് ആസ് എ ഹ്യൂമൻ ബീങ്. അതാണ് നമുക്കൊരു അല്ല, സിനിമയിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് എനിക്കുള്ളത്. പക്ഷേ എപ്പോഴും എന്നും വിളിക്കാറൊന്നുമില്ല. അങ്ങനെയുള്ള ചുരുക്കം ചില ആൾക്കാരേ ഉള്ളൂ. അവിടുത്തെ പോയപ്പോൾ എന്നെ വിളിക്കാൻ എപ്പോഴും എനിക്ക് വിളിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും സാറിന് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ. ഞങ്ങളൊക്കെ അതിശയത്തോടെ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റട്ടെ ആ വേഷങ്ങളൊക്കെ. ഓക്കെ സാർ, സന്തോഷം. താങ്ക് യു.